വൈജയന്തി ഗംഗാധരനും ഭാര്യയ്ക്കും ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുക്കുമ്പോഴും തൻ്റെ മനസ്സ് മുഴുവൻ ഗംഗേട്ടൻ എന്തായിരിക്കും തന്നോട് പറയാനുണ്ടാവുക എന്ന് മാത്രമായിരുന്നു. വൈജയന്തിയുടെ ടെൻഷനും ആദിയും കണ്ട് ഗംഗാധരൻ്റെ ഭാര്യ പറയുന്നുണ്ട്, നീ എന്തിനാ വൈജയെ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നീ ഞങ്ങളുടെ ഒപ്പം ഇവിടെ വന്നിരിക്കേ, നീ ഞങ്ങളോട് വിശേഷങ്ങളെങ്കിലും ഒന്ന് ചോദിക്കേ, അല്ലെങ്കിൽ തന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ആദി പിടിച്ച് നടന്നിട്ട് എന്താണ് ഉപകാരം? നിനക്കിപ്പോഴും മെഡിസിനൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നതല്ലേ, വേറെ എന്തെങ്കിലുമൊക്കെ വന്ന് ചേരും, നിനക്ക് ഇല്ലാത്ത അസുഖങ്ങളൊക്കെ നീ ഇനി വരുത്തി വെക്കാൻ നിൽക്കണ്ട എന്നെല്ലാം പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴും വൈജയന്തി അവരോട് ചോദിക്കുന്നത്, എന്നെ നിങ്ങൾ ചതിക്കുകയായിരുന്നോ എന്ന് മാത്രമാണ് ഇപ്പം എൻ്റെ ഉള്ളിൽ. ഒരു നിമിഷം ഗംഗാധരൻ വൈജയന്തിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. വൈജയന്തി അപ്പോഴും തല താഴ്ത്തി തന്നെ നിൽക്കുകയായിരുന്നു. ഗംഗാധരനെ നോക്കാനോ ആളോട് സംസാരിക്കാനോ വൈജയന്തിക്ക് താല്പര്യമില്ല എന്ന പോലെയായിരുന്നു വൈജയന്തിയുടെ പെരുമാറ്റം. അവർ ഭക്ഷണമെല്ലാം കഴിച്ച് പുറത്തേക്ക് ഇറങ്ങി. അവരോട് വൈജയന്തി, നിങ്ങളൊന്ന് ഫ്രഷായിക്കോ, റൂമിൽ പോയി ഫ്രഷായി ഒന്ന് കുറച്ച് നേരം വിശ്രമിച്ചിട്ടൊക്കെ വായോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വൈജയന്തിയോട് ഗംഗാധരൻ്റെ ഭാര്യ ചോദിക്കുന്നുണ്ട്, നീ മനസ്സറിഞ്ഞ് തന്നെയാണോ വൈജയ് ഈ പറയുന്നതെല്ലാം? നീ ഇത്രയും സമയം ഞങ്ങളിതെങ്ങനെയെങ്കിലും ഒന്ന് കഴിച്ചെഴുന്നേൽക്കട്ടെ, നിനക്കറിയേണ്ട കാര്യങ്ങളെല്ലാം ചോദിച്ചറിയണം എന്ന് തന്നെ ആയിരുന്നില്ലേ എന്നെല്ലാം ചോദിക്കുന്ന സമയത്താണ് അമ്മ കടന്നു വരുന്നത്. അമ്മ വന്ന് ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, എന്താ ഗംഗാധര പ്രശ്നം? ഇവൾ വല്ലാത്ത ടെൻഷനിലൊക്കെയാണല്ലോ, ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ വീണ്ടും? എനിക്ക് വയ്യ എൻ്റെ ഭഗവാനെ ഇനിയും ഇതെല്ലാം കണ്ട് ജീവിക്കാൻ, എന്നെയാണെങ്കിൽ ദൈവം അങ്ങോട്ട് എടുക്കുന്നുമില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന അമ്മയോട് ഗംഗാധരൻ പറയുന്നുണ്ട്, അമ്മ എന്തിനാ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ച് കൂട്ടുന്നേ? അമ്മ പ്രായമായില്ലേ, അമ്മ വല്ല നാമം ജപിച്ച് പേരക്കുട്ടികൾക്കും മക്കൾക്കും നല്ലത് വരണേന്ന് മാത്രം പ്രാർത്ഥിച്ചിരിക്കും, അല്ലാതെ അവിടെ നിൽക്കുന്ന ഭഗവാനെയൊക്കെ എന്തിനെങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കണേ? മുത്തശ്ശി അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിയൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. അപ്പോൾ മുത്തശ്ശിയെ പിടിച്ച് ഗംഗാധരൻ്റെ വൈഫ് അവിടെ ഒരു ചെയറിൽ ഇരുത്തുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വന്നതുകൊണ്ട് തന്നെ വൈജയന്തിക്കൊന്നും ചോദിക്കാനോ പറയാനോ കഴിയാത്തത് കൊണ്ട് ആ ദേഷ്യത്തിൽ വൈജയന്തി അകത്തേക്ക് പോകുകയാണ്. അപ്പോൾ ഗംഗാധരൻ്റെ വൈഫ് മുത്തശ്ശിയോട് എന്തൊക്കെയുണ്ടമ്മേ വിശേഷങ്ങൾ, അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട്, എനിക്കെന്താടി സുഖത്തിന് കുറവും കൂടുതലും, എല്ലാം കണ്ടും കേട്ടും മതിയായി ജീവിതം, ഇപ്പം ഇവിടെ എന്താ പ്രശ്നം? അപ്പോൾ ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ അമ്മ അങ്ങനെ ചോദിച്ചത്? ഇന്നലെ തുടങ്ങിയതാണ്. ഇന്നലെ ആ പെൺകുട്ടിയെ വന്ന് അതിൻ്റെ ആരോ വന്ന് വിളിച്ചുകൊണ്ട് പോയിന്നും പറഞ്ഞിട്ട് ഇവിടെ അവൾ കിടന്നിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. ഇവളെന്താ മോനെ നന്നാവാത്തത്? ആ പെൺകുട്ടി ഇവിടെ ഉണ്ടായപ്പോൾ അതിന് കുഴപ്പം, അത് കഴിഞ്ഞ് ആ പെൺകുട്ടി ഇവിടെ നിന്ന് പോയപ്പോൾ അതിന് കുഴപ്പം. ഇവൾക്ക് എന്തിനും ഏതിനും പ്രശ്നങ്ങളാണ്. ഇവളോട് ആര് പറഞ്ഞ് എന്ത് മനസ്സിലാക്കി കൊടുത്തിട്ടും ഒരു ഉപകാരം എന്ന് പറയണതില്ലാത്തൊരു പെൺകുട്ടി. ഇവളെന്താ ഇങ്ങനെ? അല്ല അമ്മ എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ പറയാൻ കാരണം? അത് മോനെ അതല്ലേ ഈ പറയുന്നത്, ആ പെൺകുട്ടിയെ വന്ന് അലീനയെ വന്ന് അതിൻ്റെ ആരോ വന്ന് വിളിച്ചുകൊണ്ട് പോയിന്ന് പറയുന്നു. ആരാണെന്നൊന്നും എനിക്ക് കറക്റ്റ് മനസ്സിലായൊന്നുമില്ല. അവർ പറയുന്നുണ്ട് അത് അച്ഛനാണ് എന്നാൽ അത് അമ്മയല്ലെന്ന്. ഒരു കടങ്കഥ പോലെയാണ് എന്നോട് മനു എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയത്. ഈ കിളവിയെ ഇനി ആർക്ക് എന്ത് വേണമെങ്കിലും പറഞ്ഞ് പറ്റിക്കാലോ. അവനതൊന്നും പറയാൻ താല്പര്യമില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ കൂടുതലൊന്നും കുത്തി ചോദിച്ചുമില്ല. ഗംഗാധര, നിന്നോട് ബാലചന്ദ്രൻ എന്തെങ്കിലും പറഞ്ഞിരുന്നോ ആ കുട്ടിയെ കൊണ്ടുപോയ കാര്യം എന്തെങ്കിലും? ഇല്ലമ്മേ, അതിപ്പോൾ എന്നെ ഇന്നലെ വൈജ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്, അല്ലാതെ എന്നോടാരും ഒന്നും പറഞ്ഞൊന്നുമില്ല. അല്ല, ആ കുട്ടിയെ കൊണ്ടുപോയതിന് ഇവളെന്തിനാണ് ഈ കിടന്ന് വെപ്രാളപ്പെടണേന്നാണ് ഇപ്പം എനിക്ക് മനസ്സിലാവാത്തത്. ഇവൾ തന്നെയല്ലേ നിങ്ങളോടൊക്കെ കണ്ടീഷൻസൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് തിരിച്ച് വന്നത്, അവൾ വന്ന ഉടനെ തന്നെ ഇവളെ ഇവിടെ നിന്ന് ഇറക്കി വിടണം എന്നൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചിരുന്നത് നീയും ബാലചന്ദ്രനും ഒക്കെ കൂടി തീരുമാനം എടുത്തിട്ടാണ് ഇപ്പോൾ അലീനയെ അവരാരെങ്കിലുമൊക്കെ വന്ന് കൂട്ടിക്കൊണ്ട് പോയെന്നുള്ള സമാധാനത്തിലിരിക്കുമ്പോഴാണ് ഇവൾ വന്ന് ഇന്നലെ എൻ്റെ ഫോൺ പരിശോധിക്കുന്നതും എൻ്റെ ഫോണിൽ നിന്ന് ആരൊക്കെയോ വിളിക്കുന്നോ നമ്പർ എടുക്കുന്നോ എന്തൊക്കെയോ ഇവൾ ഇന്നലെ കിടന്ന് ഇവിടെ പരാക്രമം കാണിക്കുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ദേ നീയും കൂടി വന്നപ്പോൾ എൻ്റെ സമാധാനം പോയി. അതാ ഈ നടക്കാത്ത കാലം വെച്ച് ഞാൻ അവിടെ നീന്തി വലിഞ്ഞ് നിൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് പോകുന്നത്.
എൻ്റെ അടുത്തായിരിക്കും ഇരിക്കാനും എന്നോടൊരു കാര്യം പറയാനും ആർക്കും നേരവും ഇല്ല താല്പര്യവും ഇല്ല. പിന്നിപ്പം ഞാൻ എന്താ ചെയ്യുക? അത് അമ്മയെ അങ്ങനെയൊന്നുമല്ല. അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. വൈജി ഇന്നലെ എന്നെയും വിളിച്ചിരുന്നു. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങൾ. ഇത്രയും നാൾ ബാലചന്ദ്രൻ്റെ മകളാണെന്ന് പറഞ്ഞിരുന്നിട്ട് എന്ത് ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവളെ വന്നിട്ടിപ്പോൾ ഒരു അച്ഛനും അമ്മയാണെന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർ വന്ന് കൊണ്ടുപോയതെന്നൊക്കെയാണ് ഇവൾ ചോദിക്കുന്നത്. അതെന്തെങ്കിലും അവൾ ചോദിച്ചോട്ടെ, അമ്മ അതൊന്നും കാര്യമാക്കണ്ട. ആയിക്കോട്ടെ, ഞാനൊന്നും കാര്യമാക്കുന്നില്ല. എന്നോട് എപ്പോഴെങ്കിലും എന്തെങ്കിലും പറയണമെന്ന് തോന്നിയാലെങ്കിലും ഒന്ന് പറയണേ ഗംഗാധര. ഞാനിവിടെ ഒരേന്നാലോചിച്ച് വല്ലാത്ത ടെൻഷനിലാണ്, അതുകൊണ്ട് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അങ്ങോട്ട് റൂമിലേക്ക് പോവുകയും ചെയ്തു. മുത്തശ്ശി പോയി കഴിഞ്ഞ് ഗംഗാധരൻ്റെ വൈഫ് ഗംഗാധരനോട് ചോദിക്കുന്നുണ്ട്, അല്ല ഗംഗേട്ടാ, എന്തെന്നാ ഇപ്പോൾ വൈജയോട് പറയാൻ പോകുന്നത്? എന്ത് പറയണമെന്ന് എനിക്കും സത്യം പറഞ്ഞാൽ ഒരു നിശ്ചയമില്ല. നമുക്കെന്തായാലും അവളെ ഒന്ന് പോയി കാണാം. അവൾ പിണങ്ങി മുകളിലേക്കെങ്ങാണ്ട് പോയിരിക്കല്ലേ എന്ന് പറഞ്ഞ് രണ്ടാളും കൂടി വൈജയുടെ റൂമിലേക്ക് പോകുന്നുണ്ട്. വൈജ അവിടെ കട്ടിലിൽ ചെന്ന് ഇങ്ങനെ വിഷമിച്ച് തന്നെ ഇരിക്കുകയാണ്. ഓരോന്ന് ആലോചിച്ച് അങ്ങനെ ആരോടും ഒരു താല്പര്യമില്ലാത്ത പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അവർ ഡോറ് തുറന്ന് ചെല്ലുന്നത് കാണുമ്പോഴും വൈജയന്തി അവരെ നോക്കുന്നൊന്നുമില്ല. വൈജയന്തിയോട് ഗംഗാധരൻ ചോദിക്കുന്നുണ്ട്, എന്താ വൈജയ്, നിനക്ക് എൻ്റെ മുഖത്ത് പോലും നോക്കാൻ ദേഷ്യമായോ? നീ എന്നെ നോക്കുന്ന പോലും ഇല്ലല്ലോ. എനിക്കെന്ത് ദേഷ്യം ഗംഗേട്ടാ? നിങ്ങൾക്കെല്ലാവർക്കും അല്ലേ എന്നോട് ദേഷ്യം. എന്നോട് എന്തൊക്കെയോ നിങ്ങൾ മറച്ച് വെക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. അത് ഞാൻ മനസ്സിലാക്കിയിട്ട് തന്നെ ഇരിക്കുന്നത്. ഇനിയും എന്തിനാ ഗംഗേട്ടാ എന്നോട് ഇത്രയ്ക്കും ഒരു ഒളിച്ചുകളി? എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞൂടെ? വൈജയ്, നിന്നോട് ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ടാൽ നിനക്ക് താങ്ങാൻ കഴിയുമോ? ഈ കഴിഞ്ഞ ഒറ്റ രാത്രി കൊണ്ട് ഞാനതിന് പ്രാപ്തയാണ് ഗംഗേട്ടാ. നിങ്ങൾ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് ഏകദേശം മനസ്സിലായിട്ട് തന്നെയാണ് ഞാനീ നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ നാവിൽ നിന്നത് കേട്ടാൽ മാത്രമേ എനിക്കത് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. നിനക്കെന്താ ഇത്രയ്ക്ക് ഉറപ്പ്? നീ കരുതി വയ്ക്കുന്നതും ഞങ്ങൾ പറയാൻ പോകുന്നതും ഒന്ന് തന്നെയാണെന്ന്? എങ്കിലേ ഗംഗേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? കഴിഞ്ഞ 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു കുഞ്ഞിന് ജന്മം നൽകിയിരുന്നു. അതൊരു പെൺകുഞ്ഞാണെന്നാണ് അന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞത്. നിങ്ങളല്ല, എൻ്റെ അച്ഛൻ തന്നെ. ആ കുഞ്ഞ് മരിച്ചു പോയെന്നും അച്ഛൻ എന്നോട് പറഞ്ഞു. പോരാത്തതിന് മാമനും ഉണ്ടായിരുന്നു അച്ഛന് കൂട്ട്. ആ കുഞ്ഞിനെ ചോദിച്ചപ്പോഴും അച്ഛൻ എന്നോട് പറഞ്ഞത്, മരിച്ചുപോയ കുഞ്ഞിനെ നീ കാണണ്ടെന്നായിരുന്നു. ഒരു നോക്ക് കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് പോലും അച്ഛനോ മാമനോ അതിന് സമ്മതിച്ചിരുന്നില്ല. ഇനിയെങ്കിലും പറയാമോ, ആ കുഞ്ഞ് മരിച്ചിരുന്നോ എന്നെങ്കിലും? ഞാനറിയാത്ത എന്തൊക്കെയോ സത്യങ്ങൾ ബാലചന്ദ്രൻ പോലും മനസ്സിലാക്കിയിരിക്കുന്നു. അതെനിക്ക് മനസ്സിലായിട്ട് തന്നെയാണ് ഈ കഴിഞ്ഞ രാത്രി ഞാനിവിടെ കഴിച്ചു കൂട്ടി പോകുന്നത്. എനിക്ക് ബാലചന്ദ്രൻ്റെ മുഖത്ത് പോലും നോക്കാൻ കഴിയുന്നില്ല. സമ്മതിക്കുന്നു, എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ഇത്രയും പോരെ ഗംഗേട്ടന്? ഗംഗേട്ടൻ പറയാൻ പോകുന്നതും ഞാൻ കരുതി വെച്ചിരിക്കുന്നതും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ? ഇനിയെങ്കിലും ഗംഗേട്ടൻ ഒന്ന് പറയാമോ, എന്താണ് അന്ന് 23 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സംഭവിച്ചതെന്ന്? അലീന സ്റ്റാൻലിയുടെ മകളാണെങ്കിൽ അലീനയുടെ അമ്മ ആരാണെന്ന് ഗംഗേട്ടൻ എല്ലാം അറിയാമെന്ന് എനിക്കറിയാം. എന്തിനാണ് ഗംഗേട്ട വീണ്ടും വീണ്ടും നിങ്ങളെല്ലാവരും കൂടി എന്നെ ശിക്ഷിക്കുന്നത്? അതിന് മാത്രം തെറ്റന്ന് ഞാൻ ചെയ്തിരുന്നോ? ഉണ്ടാവാം അല്ലേ? കുടുംബത്തിൻ്റെ മാനം കെടുത്തി. അന്ന് ഞാൻ ഒരുപാട് വട്ടം നിങ്ങളോട് പറഞ്ഞതാണ്, എനിക്ക് സ്റ്റാൻലിയെ വേണ്ട. എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെയും നോക്കി ഞാൻ ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിച്ചോളാന്ന്. നിങ്ങൾ അതിനും എന്നെ സമ്മതിച്ചില്ല. പിന്നെ അവസാനം നിങ്ങൾ സമ്മതിച്ചു, കുഞ്ഞ് ജനിക്കട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന്. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ നേരത്തെ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ചിട്ടായിരുന്നു എന്നോടത് പറഞ്ഞത്. മതിയാക്കിക്കൂടെ എന്നോട് ചെയ്ത ചതി? ഇപ്പോഴും ഞാൻ അതനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. മറന്നുപോയി അല്ലെങ്കിൽ സ്വയം മറന്നു എന്ന് ആലോചിച്ച് നടക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ എന്നെ കുത്തി നോവിച്ചു കൊണ്ടിരിക്കുകയാണ് ഗംഗേട്ട. മതിയാക്കിക്കൂടെ എന്നെ ശിക്ഷിച്ചത്?
ഇത്രയും നാളും നമ്മൾ കണ്ടിട്ടില്ലാത്തൊരു വൈജയെയാണ് ആ നിമിഷം നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ ഒരു കുലീനതയും ചെയ്തു പോയ തെറ്റുകൾക്ക് പശ്ചാത്തപിക്കുന്നതുമായൊരു വൈജയെ. വൈജയുടെ ആ ശബ്ദത്തിലെ മാറ്റം പോലും ഗംഗേട്ടനിൽ വല്ലാത്ത വിഷമം തോന്നി. ഗംഗേട്ടൻ്റെ ഭാര്യ പതിയെ ചെന്ന് വൈജയെ പിടിച്ചു. വൈജയോട് ചോദിച്ചു, എന്തിനാ വൈജയെ നീ ഇങ്ങനെ വിഷമിക്കുന്നത്? നിനക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ വിഷമിച്ച് നീ നിന്നെ തന്നെ ഇല്ലാതാക്കരുത്. ഏടത്തി, നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങൾ എന്നോട് ഇനിയെങ്കിലും ആ സത്യങ്ങളൊന്ന് തുറന്ന് പറയണം. എനിക്കറിയാം ഗംഗേട്ടന് ഏടത്തിയോടെല്ലാം പറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന്. ഗംഗേട്ടൻ്റെ മനസ്സിൽ മാത്രം ഇരിക്കുന്ന രഹസ്യങ്ങളെല്ലാം ഇപ്പോൾ അതല്ല. ഏടത്തിയും ബാലചന്ദ്രനും എന്തിന് കൃഷ്ണമോൾക്ക് പോലും അറിയാവുന്ന ആ സത്യം എന്തുകൊണ്ട് നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വയ്ക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോകില്ല. എന്നോട് ഇനിയെങ്കിലും ഒന്ന് തുറന്ന് പറ. അത് പറഞ്ഞുകൊണ്ട് വൈജയന്തി ഗംഗേട്ടൻ്റെ മുമ്പിൽ തൊഴുതു പിടിച്ചു നിന്നു. ഗംഗേട്ടൻ വൈജയന്തിയെ തന്നിലേക്ക് ചേർത്തി നിർത്തി. ഗംഗേട്ടൻ ചോദിച്ചു, വൈജയ്, നിന്നോട് ഞാൻ എങ്ങനെയാണ് അതെല്ലാം പറയേണ്ടത്? എനിക്കറിയില്ല മോളെ. എനിക്കറിയാം അന്ന് നിന്നോട് ചെയ്തത് ഏറ്റവും വലിയ ദ്രോഹമായിരുന്നുവെന്ന്. അന്നത് മനസ്സിലാക്കാൻ എനിക്ക് അത്രയും വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ ഇന്ന് ഞാനത് മനസ്സിലാക്കുന്നു. ഒരു കുഞ്ഞിനെ അമ്മയിൽ നിന്നും വേർപെടുത്തി കൊണ്ടുപോകുന്നതിൻ്റെ ബുദ്ധിമുട്ടും വിഷമങ്ങളും പിന്നീടത് എത്രത്തോളം മാനസിക ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കുമെന്ന്. നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കണമെന്നും അതിലേറെ കുടുംബ പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോകണമെന്നും മാത്രമായിരുന്നു അന്ന് അച്ഛൻ്റെയൊക്കെ ചിന്ത. കുടുംബത്തിൽ അവരുണ്ടാക്കിയെടുത്ത സൽപ്പേര് നമ്മൾ മക്കളായിട്ട് കളഞ്ഞ് നശിപ്പിക്കരുതെന്നായിരുന്നു അച്ഛൻ ഞങ്ങളോട് പറഞ്ഞ വാക്ക്. എന്തുകൊണ്ടോ അത് നിൻ്റെ ഭാഗത്ത് നിന്നും വീഴ്ച വന്നു. അതിന് ഞങ്ങളും കൂടി കുറ്റക്കാരായി അച്ഛൻ്റെ മുമ്പിൽ. ഞങ്ങൾ കൊണ്ടുപോയി നിർത്തി. നിൻ്റെ കാര്യങ്ങളൊന്നും ശരിയായി നോക്കിയില്ല, നിന്നെ തോന്നിയ പോലെ വിട്ടു എന്നൊക്കെ തന്നെയായിരുന്നല്ലോ ഞങ്ങൾക്കും ഉണ്ടായിരുന്ന പരാതി. കുറേ നാൾ നാട്ടിൽ വരാതെ ഞാനും അവിടെ തന്നെ നിൽക്കുകയായിരുന്നില്ലേ ഇതൊക്കെ കേൾക്കാതിരിക്കാൻ. പിന്നെ അച്ഛൻ പറയുന്നതിനപ്പുറം എനിക്കും അന്ന് ഒരു മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയായി. എന്നാൽ വൈജയെ, എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് നിന്നോടെല്ലാം അന്നേ ഞാൻ പറയണമായിരുന്നു. നിന്നെയും നിൻ്റെ ആ കുഞ്ഞിനെയും ഞാൻ സംരക്ഷിക്കണമായിരുന്നു. എന്തോ അന്ന് അതിനൊന്നും എനിക്ക് പറ്റിയില്ല. ഞാനും മാപ്പ് ചോദിക്കുന്നു വൈജയ് നിന്നോട്. കുറേ സമയം ഗംഗേട്ടനെ കെട്ടിപ്പിടിച്ച് നിന്ന് വൈജയന്തി ഒരുപാട് കരഞ്ഞു. വൈജയന്തിയെ ആശ്വസിപ്പിക്കാൻ പറ്റാതെ ഗംഗേട്ടനും ഭാര്യയും വല്ലാതെ വിഷമിച്ചു. വൈജയന്തി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഗംഗേട്ടനോട് ചോദിച്ചു, എന്താ ഗംഗേട്ട സംഭവിച്ചത്? വൈജയ്, നീ ഉദ്ദേശിച്ചതും നീ ചിന്തിച്ചു കൂട്ടിയതും എല്ലാം സത്യം തന്നെയാണ്. നീ അന്ന് രാത്രി പ്രസവിച്ച ആ കുഞ്ഞ് അത് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. നിന്നെ അന്ന് കുഞ്ഞിരാമൻ അമ്മാവൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഹോസ്പിറ്റലിൽ പ്രസവിപ്പിക്കാനും കുഞ്ഞിരാമൻ അമ്മാവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നിൻ്റെ പ്രസവ ശുശ്രൂഷകളെല്ലാം ചെയ്യാനും കാരണം അവിടെ തന്നെയുള്ള ആ ഓർഫനേജ് അവർ നേരത്തെ കൂട്ടി കണ്ടുവച്ചിട്ട് തന്നെയാണ്. ബ്രിജിത മമ്മിയുമായി നമ്മുടെ അച്ഛനും കുഞ്ഞിരാമൻ അമ്മാവനും കൂടി കണ്ട് എല്ലാം സംസാരിച്ച് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ബ്രിജിത മമ്മിക്ക് അച്ഛൻ ആ ഓർഫനേജിലെ എല്ലാ അന്തേവാസികൾക്കുമായി പൈസയും ചിലവിന് എല്ലാ കാര്യങ്ങളും അച്ഛൻ ചെയ്തു കൊടുത്തിരുന്നതും. അങ്ങനെ ഇരിക്കെയാണ് ആ ബ്രിജിത മമ്മിക്ക് ക്യാൻസർ ആയതും അച്ഛനെ അവർ വീണ്ടും വന്ന് കാണാനിടയായതും. ഇതെല്ലാം ഗംഗേട്ടൻ പറയുമ്പോഴും വൈജയന്തിക്ക് ഒരുപാട് ഞെട്ടലൊന്നും തോന്നുന്നുണ്ടായിരുന്നില്ല. വൈജയന്തി ഇതെല്ലാം മനസ്സിൽ ഉറപ്പിച്ച് കേട്ടിരിക്കുന്ന പോലെയായിരുന്നു വൈജയന്തിയുടെ ഇരിപ്പ്. വൈജയന്തിയിൽ ഒരു മാറ്റവും കാണാതെ ആയപ്പോൾ ഗംഗേട്ടനും ഭാര്യയ്ക്കും വല്ലാത്ത അതിശയം തോന്നി. വൈജയന്തി ബാക്കി കേൾക്കാൻ എന്ന രീതിയിൽ ഗംഗേട്ടനോട് തന്നെ നോക്കി നിന്നു. ബ്രിജിത മമ്മി അന്ന് വന്ന് നമ്മുടെ അച്ഛനോട് ആവശ്യപ്പെട്ടത് അവളെ സംരക്ഷിക്കണമെന്നായിരുന്നു. അങ്ങനെ അവളെ സംരക്ഷിക്കാമെന്നും അച്ഛൻ സമ്മതിച്ചു. അച്ഛൻ അന്ന് ആരോടും പറയാതെ മനുവിനെയും കൂട്ടി ഓർഫനേജിൽ പോയി. അവളെ കണ്ടു. അവളോട് ഒന്നും പറയാതെ തന്നെ അച്ഛൻ അവളോട് വാക്ക് കൊടുത്തു പോന്നു. എന്നാൽ ഇവിടെ വന്ന് കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ അച്ഛൻ മരിക്കുകയും ചെയ്തല്ലോ.
പക്ഷെ മനുവിനോട് അച്ഛൻ പറഞ്ഞിരുന്നു അമ്മയെ നോക്കാനായി അവളെ ഇവിടെ കൊണ്ടുവരണമെന്ന്. മനു അത് നമ്മളോടെല്ലാവരോടും പറയുകയും ചെയ്തു. എന്നാൽ ബാലചന്ദ്രൻ മാത്രമാണല്ലോ അന്ന് അവൻ്റെ കൂടെ പോകാൻ തയ്യാറായത്. ഞങ്ങൾക്ക് മൂന്നാൾക്കും ജോലി തിരക്ക്, തിരിച്ച് നാട്ടിൽ അവരവരുടെ ജോലി സ്ഥലത്തേക്ക് പോകണമെന്ന ആവശ്യം, എല്ലാം കൊണ്ടും ബാലചന്ദ്രൻ തന്നെയാണ് കൂടെ പോയത്. എന്നിരുന്നാൽ അന്നൊന്നും ബാലചന്ദ്രനോ മനുവിനോ ഒന്നും ഇതൊന്നും അറിയില്ലായിരുന്നു വൈജയ്. പിന്നീടാണ് എല്ലാവരും എല്ലാം അറിഞ്ഞത്. പിന്നീട് നടന്നതൊന്നും ഞാൻ നിന്നോട് പറയണമെന്നില്ലല്ലോ. അവളിവിടെ വന്നതും നീ അവളെ ഒരുപാട് ഉപദ്രവിച്ചതും നിൻ്റെ മകൻ അവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതും പിന്നെ നീ അവളെ കൊല്ലാൻ പോലും ശ്രമിച്ചതും. അങ്ങനെയാണ് വൈജയന്തി ബാലചന്ദ്രൻ അവളുടെ അച്ഛനെ തേടിപ്പോയത്. അയാൾക്കെല്ലാം അറിയാം, ഒന്നും അറിയാത്തതില്ല. പിന്നെ നീ അറിയാത്തൊരു കാര്യം കൂടി പറയാം. നീ അയാളെ ചതിച്ചു എന്ന് തോന്നിയ ആ നിമിഷത്തിലാണ് അയാൾക്ക് അന്ന് ആ അറ്റാക്ക് ഉണ്ടായത്. അയാൾ അന്ന് ഞങ്ങളെ വന്ന് കണ്ടിരുന്നു. വളരെ വിഷമത്തിലായിരുന്നു അന്ന് അയാൾക്ക് എന്ത് പറയണമെന്നോ എന്ത് ചിന്തിക്കണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാത്തൊരവസ്ഥ. എല്ലാവരോടും, കടപ്പാട്ടൂർ വീട്ടിലെ എല്ലാവരോടും വെറുപ്പ് മാത്രമായിട്ടാണ് അന്ന് അയാൾ എന്നെ കാണാൻ അവിടെ എത്തിയത്. എന്ത് തിരിച്ച് പറയണമെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഒരു പ്രാന്തനെ പോലെ അയാൾ അലറി വിളിച്ചു. അയാൾക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അയാൾ സ്നേഹിച്ച പെണ്ണ്, അയാൾ അവളെ മാത്രം സ്വപ്നം കണ്ടാണ് ജീവിച്ചിരുന്നതും സമ്പാദിച്ചതും. അയാൾ തുറന്നു പറഞ്ഞു, നിന്നെ സ്വന്തമാക്കണമെന്ന ആഗ്രഹം കൊണ്ട് മാത്രമാണ് അയാൾ ഈ കാണുന്നതെല്ലാം നേടിയെടുത്തതെന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് എന്ത് സംഭവിക്കുമെന്ന് ഒരു പിടിയുമില്ലാതെയാണ് ഞാൻ അവിടെ ഇരുന്നത്. എന്നാൽ എന്താണോ സംഭവിക്കാൻ പോകുന്നത് അതെല്ലാം നേരിടാൻ തയ്യാറായിട്ടും. പിന്നീടാണ് അറിയുന്നത് അയാൾ അറ്റാക്കായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതെന്നും അയാൾ ഇവിടെ വന്ന് നിന്നോടോ മക്കളോടോ ഒന്നും പറഞ്ഞിട്ടില്ലെന്നും. പിന്നെ സംഭവിച്ചതെല്ലാം നേരെ മറിച്ചായിരുന്നു. എല്ലാവരും കൂടി അയാൾക്ക് നേരെ തിരിഞ്ഞു. അയാൾ അലീനയെ അയാളുടെ സ്വന്തം മകളായി അംഗീകരിക്കുകയും ചെയ്തു. പിന്നിവിടെ നടന്ന പുകിലൊന്നും ഞാൻ പറയണ്ടല്ലോ വൈജയ്. എന്തൊക്കെയായിരുന്നു ഇവിടെ നടന്നത്. അയാളുടെ മകളാണ് അലീന എന്നറിഞ്ഞപ്പോഴേക്കും നിൻ്റെ ജീവിതത്തിൽ നടന്ന ആ പഴയ കാര്യങ്ങളെല്ലാം നീ മറന്നു. ലോകത്തിൽ ആദ്യമായി തെറ്റ് ചെയ്ത ഒരാളായി നീ അയാളെ നോവിച്ചുകൊണ്ടേയിരുന്നു. നിനക്ക് ഡിവോഴ്സ് വേണമെന്നും നീ വേറെ മാറി താമസിക്കുകയാണെന്നും എന്തൊക്കെയായിരുന്നു വൈജയ്. ഒരുപക്ഷെ നിനക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ബാലചന്ദ്രൻ്റെ ജീവിതത്തിലേക്ക് നീ കടന്നു വരുമ്പോൾ എങ്ങനെയായിരുന്നു നീ എന്ന്. അതുപോലും ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബോധം നിനക്കുണ്ടായിരുന്നില്ല. വൈജയന്തി ഒന്ന് കരയുകയോ അവരെ തലയുയർത്തി നോക്കുകയോ പോലും ചെയ്യാതെ ഒരു ശില എന്ന പോലെ ഇരുന്ന് എല്ലാം കേൾക്കുകയായിരുന്നു. അയാളുടെ സ്ഥാനത്ത് മറ്റൊരു പുരുഷനായിരുന്നെങ്കിൽ എന്തായിരിക്കും വൈജയ് ഇപ്പോൾ സംഭവിച്ചിട്ടുണ്ടാവുക. അയാൾ അലീനയെ സേഫായി എത്തിക്കേണ്ടടുത്ത് എത്തിച്ചു. പിന്നെ നിനക്കറിയാത്തൊരു കാര്യം കൂടിയുണ്ട്. സ്റ്റാൻലിയുടെ ഭാര്യയ്ക്ക് എല്ലാം അറിയാം, ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്നതൊഴിച്ച്. അതിപ്പോൾ ബാലചന്ദ്രൻ ചെന്ന് പറഞ്ഞപ്പോഴാണ് സ്റ്റാൻലിയും അറിയുന്നത്. ബാലചന്ദ്രൻ്റെ അവസ്ഥ മനസ്സിലാക്കി സ്റ്റാൻലി തൻ്റെ മകളെ സ്വീകരിക്കാൻ തയ്യാറായി. അത് കേട്ടതും വൈജ ഒരു ഭ്രാന്തിയെപ്പോലെ ഇരുന്നിടത്ത് നിന്നും അലറി വിളിച്ചെഴുന്നേറ്റു. പറ്റില്ല ഗംഗേട്ടാ, പറ്റില്ല. ഒരിക്കലും ഞാൻ എൻ്റെ മകളെ അയാൾക്ക് വിട്ടുകൊടുക്കില്ല. അവളെ എനിക്ക് വേണം. 23 വർഷം ഞാൻ തള്ളിക്കളഞ്ഞ എൻ്റെ മകളെ ഈ കഴിഞ്ഞ 5-8 മാസത്തോളം എൻ്റെ മുമ്പിലുണ്ടായിട്ടും ഞാനൊരു വേലക്കാരിക്ക് പോലും കൊടുക്കാത്ത വില അവൾക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഒരു വീട്ടിൽ കടന്നുകൂടിയ ഒരു ജന്തു, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാൻ വന്നവൾ എന്ന് മാത്രമേ ഞാൻ അവളെ കണ്ടിട്ടുള്ളൂ. എനിക്ക് വേണം ഗംഗേട്ടാ. നിങ്ങൾ എന്നെ ഇത്രയും കാലം ദ്രോഹിച്ചതിന് പകരമായിട്ട് അവളെ എനിക്ക് വേണം. ആർക്കവളെ വിട്ടുകൊടുത്താലും ഞാൻ അയാൾക്ക് വിട്ടുകൊടുക്കില്ല. ഞാൻ ആർക്കും ഇനി ഞാൻ അവളെ വിട്ടുകൊടുക്കാനും തയ്യാറല്ല. അത്രയും ദ്രോഹിച്ചു കൂട്ടിയില്ലേ ഞങ്ങൾ. ആരാണ് വൈജയ് ഞങ്ങൾ? ഈ ഞങ്ങൾ എന്ന് പറയുന്നത് ആരുമല്ല. വൈജയെ സമാധാനിപ്പിച്ച് കട്ടിലിൽ തന്നെ ഗംഗാധരൻ്റെ ഭാര്യ ഇരുത്തി.
വൈജയ്, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ആ പഴയ 22 വയസ്സുകാരിയല്ല ഇന്ന്. നിനക്ക് 2-3 മക്കളുണ്ട്, ഭർത്താവുണ്ട്. നീ പിന്നെ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ ഇനി എന്തിന് മറ്റുള്ളവരെ നോക്കണം? എനിക്ക് അവളെ വേണം. ബാലചന്ദ്രനോട് പോലും അവൾ എൻ്റെ മകളാണെന്ന് പറഞ്ഞു. എന്നാൽ എൻ്റെ മുഖത്ത് പോലും നോക്കി അവൾക്കത് പറയാൻ പറ്റിയില്ല. അതെന്തുകൊണ്ടാണ്? അവിടെ നിനക്ക് തെറ്റി വൈജയ്. അവൾ ആരോടും പറഞ്ഞിട്ടില്ല. അവളൊരു വേലക്കാരിയായിട്ട്, ഒരു മുത്തശ്ശിയെ നോക്കാൻ വരുന്ന ഒരു ഹോം നേഴ്സായിട്ട് മാത്രമേ അവൾ ഈ വീട്ടിൽ വന്ന് നിന്നിട്ടുള്ളൂ. ബാലചന്ദ്രൻ എല്ലാം കണ്ടുപിടിച്ചതാണ് വൈജയ്. അന്ന് ദ്രോഹിത്ത് ഉപദ്രവിച്ച് അവൾ ആശുപത്രിയിൽ കിടക്കുമ്പോഴെല്ലാം അവൾ രേവതി എന്ന് പറയുന്ന കുട്ടിയോട് സംസാരിക്കുന്നത് കേട്ടിട്ടാണ് ബാലചന്ദ്രൻ എന്തോ സംശയം തോന്നിയതും നമ്മുടെ അമ്മയുടെ ഫോണിൽ റെക്കോർഡർ ഓണാക്കി വെച്ചതും അലീന സംസാരിക്കുന്നതെല്ലാം അതിൽ സേവ് ആവുകയും ബാലചന്ദ്രൻ കേൾക്കുകയൊക്കെ ഉണ്ടായത്. അങ്ങനെയാണ് ബാലചന്ദ്രൻ അറിഞ്ഞത്. പിന്നീട് മനുവാണ് അറിഞ്ഞത്. അത് നിങ്ങളെല്ലാവരും കൂടി ബാലചന്ദ്രനെ കുറ്റക്കാരനാക്കി നിർത്തിയതിന് ശേഷം അത് മനുവിനോട് ബാലചന്ദ്രൻ പറയേണ്ടി വന്നു. പിന്നെ കൃഷ്ണമോളും ബാലചന്ദ്രനും അലീനയും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ കൃഷ്ണമോൾ പോലും അച്ഛനെ കുറ്റപ്പെടുത്തുന്നത് കേട്ട് ബാലചന്ദ്രന് പറയാതെ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ കൃഷ്ണമോളും അറിഞ്ഞു. അവസ്ഥകളാണ് വൈജയ് ഓരോരുത്തരുടെ മുമ്പിലേക്ക് അലീന ആരെന്ന സത്യം അറിഞ്ഞത്. എൻ്റെ അനിയന്മാർ 2 കൂടി അലീനയെ തട്ടിക്കൊണ്ടുപോയല്ലോ. അന്നാണ് ഞങ്ങൾ 3 അലീന ഞങ്ങളുടെ പെങ്ങളുടെ മകളാണെന്ന സത്യം ബാലചന്ദ്രൻ വിളിച്ചു പറഞ്ഞത്. കാരണം അല്ലെങ്കിൽ ഇനി ആരെങ്കിലുമൊക്കെ കൂടി അവളെ കൊല്ലുമെന്ന് ബാലചന്ദ്രൻ ഉറപ്പായിരുന്നു. നിൻ്റെ മകളെ, അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടായ മക്കളെക്കാളേറെ ബാലചന്ദ്രൻ ഇപ്പോൾ നിന്നിലുണ്ടായ മകളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. ബാലചന്ദ്രന് ജനിക്കാതെ പോയ മകളാണല്ലോ എന്നൊരു വിഷമം മാത്രമാണ് ഇപ്പോൾ ബാലചന്ദ്രൻ. വൈജയ്, നീ മനസ്സിലാക്കാത്തൊരു സത്യമുണ്ട്. ഇപ്പോൾ അലീനയെ വന്ന് അലീനയുടെ അച്ഛൻ കൊണ്ടുപോയപ്പോൾ പോലും ബാലചന്ദ്രൻ അറിയാം അത് സ്റ്റാൻലി ആണെന്നും നിൻ്റെ പഴയ കാമുകനാണെന്നും അലീനയുടെ അച്ഛൻ തന്നെയാണെന്നുമല്ല. അപ്പോൾ നിൻ്റെ മുമ്പിലേക്ക് അയാളെ കൊണ്ടുവരണമെങ്കിൽ ബാലചന്ദ്രൻ ഉദ്ദേശിച്ചിട്ടുണ്ടാവുന്നത് എന്തായിരിക്കും? അലീനയുടെ സംരക്ഷണം മാത്രമാണോ? നിന്നെ ഉള്ളുകൊണ്ട് നോവിക്കുക എന്നതുകൂടി ബാലചന്ദ്രൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതേ വൈജയ്, ബാലചന്ദ്രൻ നിന്നെ നോവിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. കാരണം ഒരു 3-4 ദിവസത്തിന് വേണ്ടി മാത്രമാണ് ബാലചന്ദ്രൻ അവളെ ഇവിടെ നിന്ന് മാറ്റി നിർത്തിയത്. പിന്നെ ഈ പറഞ്ഞ പോലെ അലീനയുടെ സന്തോഷവും അയാൾ ഉൾക്കൊള്ളുന്നുണ്ട്. അമ്മയുടെ സ്നേഹമോ അവൾക്ക് കിട്ടിയിട്ടില്ല. ഒരച്ഛൻ്റെ സ്നേഹമെങ്കിലും അവൾക്ക് കിട്ടട്ടെ എന്ന് ബാലചന്ദ്രൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുകൂടി കേട്ടപ്പോൾ വീണ്ടും വൈജയന്തിയിൽ ആ മാറ്റം വീണ്ടും ഉണ്ടായി. പറ്റില്ല ഗംഗേട്ട, എനിക്ക് അവളെ വേണം. അവൾക്ക് ഒരച്ഛൻ്റെയും സ്നേഹം വേണ്ട, അവൾക്ക് വളർത്തച്ഛൻ്റെയും വേണ്ട, അവൾക്ക് ജന്മം നൽകിയ അച്ഛൻ്റെയും വേണ്ട. എനിക്ക് വേണം അവളെ. അന്ന് പ്രസവിച്ച് ഉപേക്ഷിച്ച് കളഞ്ഞ ആ സ്നേഹമെങ്കിലും അവൾക്ക് ഞാൻ കൊടുക്കാൻ. എൻ്റെ മുമ്പിൽ ഇത്രയും ദിവസം അവൾ വന്ന് നിന്നിട്ട് പോലും എൻ്റെ ചോരയെ ഞാൻ തിരിച്ചറിഞ്ഞില്ല. ഞാൻ ഒരമ്മയാണോ എന്ന് പലവട്ടം അവൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും ഞാൻ അതറിഞ്ഞില്ല ഗംഗേട്ട. ഗംഗേട്ടൻ്റെ ഷർട്ടിൻ്റെ കോളറിനെ കുത്തിപ്പിടിച്ച് വൈജ ചോദിച്ചു, നിങ്ങൾ അന്ന് എന്നെ ചതിച്ചു, അത് ഞാൻ പൊറുക്കാം. പക്ഷേ ഗംഗേട്ടൻ എനിക്ക് അലീനയെ തന്നേ പറ്റൂ. അത് ആരിൽ നിന്നും തട്ടിപ്പറിച്ചിട്ടാണെങ്കിലും. അല്ല എങ്കിൽ വൈജയന്തിയെ ഒരു ജഡമായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഗംഗേട്ടന് തിരിച്ചൊന്നും പറയാൻ കഴിയാത്ത പോലെ ഗംഗേട്ടൻ നിന്നു. വൈജയിലെ ആ മാറ്റം ഇതുവരെയും കാണാത്ത ഒരു മാറ്റമായി ഗംഗേട്ടന് തോന്നി. എങ്ങനെയാണ് വൈജയെ പറഞ്ഞ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയാതെ ഗംഗേട്ടൻ ഒരു നിമിഷം വൈജയുടെ മുഖത്തേക്ക് നോക്കി നിന്നു. ഈ വീഡിയോയുടെ ബാക്കി വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ, വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി വയ്ക്കാൻ മറക്കരുതേ.